ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ അബുദാബിയിൽ നിന്ന് ദുബായിലോട്ടൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അന്നേരം എടുത്ത ഒരു കുറച്ച് വീഡിയോസാണ് ഇന്ന് ഇടുന്നത്. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിനൊക്കെ പോകാറുണ്ട്. അപ്പം പറ്റുമ്പം ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാനിന്ന് അവിടെ ഇരുന്നപ്പോൾ അവിടെ കുറേ ആൾക്കാരിങ്ങനെ അവിടെ നിൽക്കുന്നു. ഒരു ഏരിയയിൽ സ്മോക്ക് ചെയ്യാനൊക്കെയുള്ള ആൾക്കാരാണ്. ശരിക്കും എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. ലേഡീസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു കൾച്ചറാണ് അവിടെ കാണുന്നത്. ശരിക്കും നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ, അവർക്ക് തീരെ ബുദ്ധിമുട്ടില്ല. വളരെ കൂളായിട്ടാണ് അവരവിടെ നിന്ന് സംസാരിക്കുകയും സ്മോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഒരുപാട് ആൾക്കാർ ആ ഒരു രീതിയിൽ തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. ഭയങ്കര വേറൊരു കൾച്ചറാണല്ലോ. പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിയുമ്പം അത് കുറേ കൂടെ അങ്ങനെ ആകത്തേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും മലയാളികളെന്ന് തോന്നുന്നവർ പോലും അങ്ങനെയൊക്കെ നിന്ന് സ്മോക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നാറുണ്ട്. പിന്നെ എവിടെ പോയാലും ഇങ്ങനെ വാഷ്റൂമിൽ പോയി ഫോട്ടോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോയി എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇതിനകത്ത് ഇടുന്നുണ്ട്. കാരണം ഇവിടുത്തെ മോൾസിലാണെങ്കിലും നല്ല ഓഫീസ് ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിലും എല്ലാം നല്ല വാഷ്റൂം ആയിരിക്കും. അവിടെ നമുക്ക് കുറേ നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ തന്നെ നല്ല സ്ഥലമാണ്. പിന്നെ ഞാൻ പോയ ബിൽഡിങ്ങിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു റമദാൻ്റെ. അപ്പോൾ അവിടെയും ചുമ്മാ ഒന്ന് കയറി ഇറങ്ങിയായിരുന്നു. ചെറിയൊരു എക്സിബിഷനാണ്. ചെറിയ എക്സിബിഷൻ എന്നുള്ളതല്ല, ഇന്ന ടൈപ്പ് ഇതുപോലുള്ള ഡ്രസ്സുകൾ, ഷൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു എക്സിബിഷനാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അത്രയൊരു ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം അതൊന്നും അത്ര ഫ്രഷായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എസ്പെഷ്യലി ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഇങ്ങനെ ഒത്തിരി അങ്ങ് പഴയതാണെന്നൊക്കെ എനിക്ക് തോന്നി കണ്ടിട്ട്. പിന്നെ ഞാനങ്ങനെ ഇവിടെ എക്സിബിഷനിൽ നിന്നൊന്നും ഡ്രസ്സുകളൊന്നും എടുക്കാറില്ല. കഴിവതും കടകളിൽ നിന്ന് നേരിട്ടെടുക്കും, അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഷൂസൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ഈ കളറിലുള്ള ഷൂസ്. പിന്നെ ഇങ്ങനെ എഴുതിയേക്കുന്നതൊക്കെ അതൊരു പുതിയ രീതിയിലൊക്കെ കണ്ടപ്പം അതിൻ്റെ ചെറിയ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ അത്ര വില കുറവും പറയാനില്ല. കാരണം നമ്മൾ അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടിലൊക്കെ നമുക്ക് സാധനം കിട്ടും. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ഷോപ്പിംഗ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ അനുസരിച്ച് വരാനായിട്ട്. അപ്പോൾ പിന്നെ അതിലൊക്കെ കുറേ ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ചില വീഡിയോസൊക്കെ എനിക്ക് തന്നെ ഒരു നല്ല മെമ്മറിക്ക് വേണ്ടി ഞാനിങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ കാണുന്നവർക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്കും കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് യൂട്യൂബിലിടുന്നത്. നമ്മൾ പോകുന്ന വഴി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എന്ത് കഴിക്കുന്നു, ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും നമ്മൾ ഫുഡ് കഴിക്കില്ല. അപ്പം ഇടയ്ക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ അത് കാണാനൊരു നല്ല രസമായിരിക്കും. ഈവൻ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും. പക്ഷെ നമുക്ക് അന്നേരം ഒരു പ്രോപ്പറായിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും അധികം ഞാൻ ഇടാത്തത്. ഇത് കാണുന്നതിന് വിചാരിക്കില്ല എല്ലാ ദിവസവും ഞാൻ ഹോട്ടലിൽ നിന്നൊന്നും അല്ല ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം എടുത്തൊരു വീഡിയോ ആണ്. അന്നേരം എല്ലായിടത്തൊന്നും ഫുഡ് പകലില്ല, റമദാൻ ടൈം ആയിരുന്നുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി അവിടെയാണ് കഴിച്ചത്. പുറത്തൊന്നും അങ്ങനെ അധികം ആരും ഫുഡ് കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ഇവിടെ ചെയ്യാറില്ല ആ സമയത്ത്. അപ്പോൾ ഹോട്ടലിൽ കയറി കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ളതൊക്കെ ഓർഡർ ചെയ്ത് എത്ര ടൈം വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ ഭയങ്കര ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പിൽ 50% ഓഫായിരുന്നു. ഇവിടെ നല്ല ലെതറിൻ്റെ ബാഗ്സ്, ബെൽറ്റ്, അങ്ങനത്തെയൊക്കെ കണ്ടപ്പോൾ ഞാനൊരു ഹാൻഡ് ബാഗ് വാങ്ങിച്ചു. എല്ലാ സാധനത്തിനും ഫ്ലാറ്റ് 50 ഓഫായിരുന്നു. ഇതൊരു നല്ലൊരു കളർ കോമ്പിനേഷനായിട്ട് തോന്നി. നല്ലൊരു ലെതറിൻ്റെ നല്ലൊരു മണമായിരുന്നു ആ കടയിൽ കയറിയപ്പോൾ. ഫ്രഷ് ലെതറിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒരു മണം. അങ്ങനെ ഈ ബാഗ് ഞാൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് ഗിഫ്റ്റ്സ് റമദാൻ ടൈമിൽ പിള്ളേർക്ക് ഈദിൻ്റെ അന്ന് ഗിഫ്റ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു മോളിൽ കയറി. അവിടുത്തെ വാഷ്റൂമിൽ ഞാൻ അപ്പോൾ അതുപോലെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അവിടെ നമ്മൾ
ടൈം എടുത്ത് നമ്മളൊന്ന് ഫ്രഷ് ആകുമല്ലോ, മുഖമൊക്കെ ഒന്ന് കഴുകി. പിന്നെ ആ വാഷ്റൂമിലൊക്കെ പ്രത്യേക ഒരു സുഖം അവിടെ നിൽക്കാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി നല്ലതായിട്ട് ഫ്രഷായിട്ട് പിന്നെ വരുന്നവരെയും പോകുന്നവരെയൊക്കെ കാണാനും നല്ല രസം. പല പല ആൾക്കാരൊക്കെ ആണെങ്കിലും അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ സംസാരവും അവരുടെ ഹെയർ സ്റ്റൈലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു രസമല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എല്ലാവരെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം വെറുതെ ആണെങ്കിലും ഒരു മോളിലൊക്കെ പോയി ചുമ്മാ ഇരുന്നാലും ഇവരിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു പോകുന്നു. ഓരോ പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സുകൾ, പല രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ് ഓരോരുത്തർക്ക്. പിന്നെ ഇപ്പം തലയിൽ മുടി കെട്ടുന്നതാണെങ്കിലും അങ്ങനെയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ കുറേ നേരം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ നേരെ മാക്സിലേക്ക് പോകാമെന്ന് വെച്ചു. കാരണം അവിടെ നിന്ന് മോൾക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു പോയി. പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിലൊന്നും അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഐഡിയ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ വേറൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നെക്സ്റ്റ് ഞാൻ പിന്നെ വേറൊരു ഷോപ്പിൽ പോയി വാങ്ങി. മാക്സിനൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ വാങ്ങിയിട്ട് ഡാനിക്കുട്ടനാണെങ്കിലും പൈസയായിട്ടാണ് കൊടുത്ത്. മോൾക്ക് 2-3 ഡ്രസ്സുകളെടുത്ത് 2 പേർക്കും ഈദിൻ്റെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. താങ്ക് യു.